സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ച വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? മനീഷ്, ഇന്ന് വൈകിട്ട് 5:00 കൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിയുന്നത്. തിരുവനന്തപുരത്തെ പിറവി എന്ന വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം. ഏറെ നാളായി അർബുദ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശുപത്രിയിലായിരുന്നു. പിന്നീട് വീട്ടിൽ തന്നെ വിശ്രമിച്ചാൽ മതി എന്നുള്ള ആശുപത്രി അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ പിറവി എന്ന വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേ തുടർന്ന് 5:30 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൊതുദർശനം അത് തിരുവനന്തപുരത്തെ വസതിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. നാളെ 4 മണിക്ക് ശാന്തി കവാടത്തിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ പിറവി എന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പരിചയക്കാരും വിവിധ സാംസ്കാരിക മേഖലയിൽ, ചലച്ചിത്ര മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരുമൊക്കെ തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത്. നിരവധി പേർ വീട്ടിലേക്ക് അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. ഈ വീട്ടിൽ മാത്രമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലേക്കായിരിക്കും എത്തുക. തുടർന്ന് നാളെ 4 മണിക്ക് ശാന്തി കവാടത്തിൽ വെച്ചാണ് സംസ്കാര ചടങ്ങ് നടക്കുക. മലയാള സിനിമയെ അത് ലോക സിനിമയിൽ തന്നെ ഒരു അടയാളം മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത അതുല്യ പ്രതിഭയാണ് ഇന്നിപ്പോൾ വിട പറയുന്നത്. അത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല, അത് ലോക സിനിമാ ലോകത്തിന് തന്നെ വലിയ നഷ്ടം തന്നെയാണ് ഷാജി എൻ കരുണിന്റെ മരണത്തോടു കൂടി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ എല്ലായിടത്തും എവിടെയും എപ്പോഴും നമുക്ക് ഷാജി എൻ കരുണിനെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ എപ്പോഴുമായി അദ്ദേഹം സജീവമായിരുന്നു. പ്രത്യേകിച്ച് IFFK പോലെയുള്ള പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹത്തെ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്നപ്പോൾ വലിയ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ എല്ലാ ദിവസവും മികവുറ്റ രീതിയിൽ മേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചുമതല വഹിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മറ്റ് എപ്പോൾ വേണമെങ്കിലും എവിടെയും എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സിനിമകൾ, പ്രത്യേകിച്ച് അരവിന്ദനോടൊപ്പം തന്നെ ചെയ്ത സിനിമകളൊക്കെ തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയതും, പ്രത്യേകിച്ച് തമ്പ് പോലെയുള്ള സിനിമകൾ, അത് പല സംവിധായകരും ഇപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അരവിന്ദനോടൊപ്പം ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രത്യേകിച്ച് തമ്പ് പോലെയുള്ള സിനിമയൊക്കെ അദ്ദേഹം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, അത് ഒരുപക്ഷെ മറ്റൊരു സംവിധായകനെ കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയെ കൊണ്ടും സിനിമയിൽ സ്ഥാപിക്കാത്ത തരത്തിലുള്ള ഒരു രീതികളാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മികച്ച ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്കും ഷാജി എൻ കരുണിനെ അടയാളപ്പെടുത്തുമ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും എടുത്ത് അതിന്റെ പ്രത്യേകതകൾ നമുക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അതിന്റെ ഉന്നതിയിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന മറു വാക്ക് ചിന്തിക്കാതെ നമുക്ക് പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം മലയാള സിനിമയെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഷാജി എൻ കരുൺ. ഇപ്പോൾ അദ്ദേഹം വിട നൽകി, അല്ലെങ്കിൽ അദ്ദേഹം വിട പറഞ്ഞു പോകുമ്പോൾ വലിയ നഷ്ടം അത് മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖല ഇഷ്ടപ്പെടുന്ന, ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഷാജി എൻ കരുൺ എടുത്തു വെച്ചിരിക്കുന്ന സിനിമകൾ ഒരു മാതൃക തന്നെ ആയിരിക്കും. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് തന്നെ അവർക്കത് എടുത്തു നോക്കാൻ കഴിയുന്ന സിനിമകൾ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയം ഏതുമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിറവി എന്ന വീട്ടിലേക്ക് നിരവധി പേരാണ് ഇപ്പോൾ കടന്നെത്തുന്നത്. പിറവി എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. അതിൽ നിന്നാണ് അദ്ദേഹം ഷാജി എൻ കരുൺ എന്ന ഒരു സിനിമാക്കാരനെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ പിറവി എന്ന പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീടിന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹത്തെ ഒരു നോക്കി കാണുവാൻ പിറവി എന്ന വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ എത്തുകയാണ്. അത് സാധാരണക്കാർ ഉൾപ്പെടെ, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ, സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനി വിഷ്ണു കണ്ടില്ല. ഓടി നടന്ന് മറ്റ് IFFK പോലെയുള്ള മേളകൾ അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാവർക്കും പരിപാടിയിൽ വന്ന് കാണാനും, അല്ലെങ്കിൽ പരിപാടി ഒരു കുഴപ്പവും വരാതെ, ഒരു ഭംഗവും വരാതെ നടത്തി പോരാൻ വേണ്ടി ഓടി നടക്കുന്ന ഷാജി എൻ കരുണിനെ ഇനി നമുക്ക് അടുത്ത മേള മുതൽ കാണാൻ കഴിയില്ല എന്നത് വലിയ സങ്കടം തന്നെയാണ്, വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടത്തുന്നത്. അത് പൊതുദർശനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്നത്.
4 മണിയോട് കൂടി ശാന്തി കവാടത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത വേളയിൽ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ആദ്യം നൽകിയത് മലയാള സിനിമയ്ക്ക് നൽകിയ അതുല്യമായ സമഗ്രമായ ആയുഷ്കാല സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ വിതരണ ദൃശ്യമാണ് അത്. ഷാജിയൻകാരുടെ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം അത്രമേൽ പരിക്ഷീണിതനായിരുന്നു. അർബുദ രോഗബാധ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജനറൽ കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു. ഏറ്റവും അവസാന നിമിഷമാണ് ശാരീരികമായ അസ്വസ്ഥത മൂലം വരാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കപ്പെട്ടത്. JC ഡാനിയൽ പുരസ്കാരം വിതരണം ചെയ്ത വേളയിൽ ഷാജി എൻ കരുണിനെ കുറിച്ച് ചലച്ചിത്ര അക്കാദമി തയ്യാറാക്കിയ ഒരു വീഡിയോ അന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായി. ശബ്ദത്തോടു കൂടി അത് കാണാമെന്ന് വിചാരിക്കുന്നു. ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള ഷാജി എൻ കരുൺ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ കടും നിറത്തിൽ അടയാളപ്പെടുത്തിയ സംവിധായകൻ. കാൻ ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി 3 ചിത്രങ്ങൾക്ക് സെലക്ഷൻ നേടിയ ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാൾ. ഇരുളും വെളിച്ചവും കലർന്ന ഫ്രെയിമുകളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ രൂപഭാവങ്ങൾ അഭ്രപാളിയിൽ സസൂക്ഷ്മം പകർത്തിവെച്ച ഛായാഗ്രാഹകൻ. അരവിന്ദന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മക ഊർജം പകർന്ന ചലച്ചിത്ര പ്രതിഭ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. 70ഓളം ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി. കാൻ ചലച്ചിത്രമേളയിൽ പാം ഡോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക്, സ്വപാനം, നിഷാദ്, ഓള് എന്നിവയാണ് പ്രധാന സിനിമകൾ. സംവിധാനത്തിന് 7 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച് അദ്ദേഹം മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ അവാർഡും 3 സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ശ്രീ ഷാജി എൻ കരുണിന് 2023 കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് നൽകി ആദരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, പിറവി എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേരുള്ള അതേ വസതിയിൽ ആരൊക്കെയാണ് ഇതുവരെ എത്തിയത്? ആരൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചത്? സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് ധാരണയായിട്ടുണ്ടോ? രഞ്ജിത്തിന്റെ ഫുൾ നെയിം എന്താ? അതുല്യ വിയോഗ വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്?